വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം. കൊള്ളയടിക്കുന്നതിനിടെ തസ്കരൻ പിടിക്കപ്പെടുകയും പ്രഹരമേറ്റ് മരിക്കുകയും ചെയ്താൽ അവനെ പ്രതി രക്തപ്രതികാരം ഇല്ല. അത് സൂര്യോദയ ശേഷമാണെങ്കിൽ അവനെ പ്രതി രക്തപ്രതികാരമുണ്ടാകും. പക്ഷേ അവൻ പൂർണ്ണമായി പരിഹാരം ചെയ്യണം. അവന് അത് സാധിക്കാത്ത പക്ഷം തൊണ്ടിമുതലിനു പകരം അവൻ വിൽക്കപ്പെടണം. കാളയാകട്ടെ, കഴുതയാകട്ടെ, ആട്ടിൻകുട്ടിയാകട്ടെ, തൊണ്ടി മുതൽ അവന്റെ പക്കൽ ജീവനോടെ നിശ്ചയമായും കാണപ്പെടുന്നെങ്കിൽ അവൻ ഇരട്ടി പരിഹാരം ചെയ്യണം. ഒരാൾ വയലോ മുന്തിരിത്തോപ്പോ തീയിടുമ്പോൾ അയാൾ തീ പടർത്തി മറ്റൊരു വയലിൽ തീ പിടിക്കാനിടയായാൽ അയാൾ തൻ്റെ വയലിൻ്റെ മെച്ചമായതും തൻ്റെ മുന്തിരിത്തോപ്പിൻ്റെ മുന്തിയ ഭാഗവും പരിഹാരമായി നൽകണം. തീ പുറപ്പെട്ട് മുൾപടർപ്പിൽ പടർന്ന് ധാന്യക്കറ്റിയോ ധാന്യക്കതിരോ വയൽ തന്നെയോ കത്താനിടയായാൽ തീ കത്തിച്ചയാൾ അഗ്നിബാധയ്ക്ക് നിശ്ചയമായും പരിഹാരം ചെയ്യണം. ഒരാൾ പണമോ ഉപകരണങ്ങളോ തൻ്റെ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ആ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് അത് മോഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ട് മോഷ്ടാവ് പിടിക്കപ്പെട്ടാൽ അവൻ ഇരട്ടി പരിഹാരം ചെയ്യണം. മോഷ്ടാവ് പിടിക്കപ്പെടാത്ത പക്ഷം തൻ്റെ അയൽക്കാരൻ്റെ വസ്തുക്കളിൽ വീട്ടുടമസ്ഥൻ തൻ്റെ കൈവച്ചിട്ടില്ലെന്നുള്ളതിന് ദൈവത്തിൻ്റെ പക്കൽ അവൻ കൊണ്ടുവരപ്പെടണം. അതിക്രമം സംബന്ധിച്ച ഓരോ കാര്യത്തെക്കുറിച്ചും കാള, കഴുത, ആട്, വസ്ത്രം എന്നിങ്ങനെ നഷ്ടപ്പെട്ട എന്തിനെക്കുറിച്ചും ഇതാണ് അതെന്ന് ആരെങ്കിലും പറയാനിടയായാൽ ഇരുവരുടെയും മൊഴി ദൈവത്തിങ്കൽ വരട്ടെ. കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ തൻ്റെ അയൽക്കാരന് ഇരട്ടി പരിഹാരം ചെയ്യണം. ഒരാൾ തൻ്റെ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കഴുതയോ കാളയോ ആട്ടിൻകുട്ടിയോ മറ്റേതെങ്കിലും മൃഗമോ നോട്ടക്കാരനില്ലാതെ ചത്തുപോവുകയോ മുറിവേൽപ്പിക്കപ്പെടുകയോ അന്യാധീനപ്പെടുകയോ ചെയ്താൽ അവൻ തൻ്റെ അയൽക്കാരൻ്റെ വസ്തുവകയിൽ തൻ്റെ കൈ തീർച്ചയായും നീട്ടിയിട്ടില്ലെന്ന് ഇരു കൂട്ടർക്കുമിടയിൽ ഒരു കർത്തൃനാമ ശപഥം ഉണ്ടാകട്ടെ. തുടർന്ന് അതിൻ്റെ ഉടമസ്ഥൻ അംഗീകരിച്ചാൽ നഷ്ടപരിഹാരം വേണ്ട. എന്നാൽ അവൻ്റെ പക്കൽ നിന്നും മോഷ്ടിക്കപ്പെട്ടത് തന്നെയെങ്കിൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം. കടിച്ചു കീറപ്പെട്ടത് തന്നെയെങ്കിൽ അവൻ അത് തെളിവായി ഹാജരാക്കട്ടെ. കടിച്ചു കീറിയതിന് പരിഹാരം ചെയ്യേണ്ടതില്ല. ഒരാൾ തൻ്റെ അയൽക്കാരനിൽ നിന്നും വായ്പ വാങ്ങിയ മൃഗം അതിൻ്റെ ഉടമസ്ഥൻ അതിനോടൊപ്പം ഇല്ലാതിരിക്കെ മുറിവേൽപ്പിക്കപ്പെടുന്നതിനോ ചാകുന്നതിനോ ഇടയായാൽ അയാൾ തീർച്ചയായും നഷ്ടപരിഹാരം ചെയ്യണം. എന്നാൽ അതിൻ്റെ ഉടമസ്ഥൻ അതിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല. അത് വാടകയ്ക്കുള്ളതാണെങ്കിൽ അതിൻ്റെ വാടകയുമായി അവന് പോകാം. വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് ഒരാൾ അവളോടൊത്ത് ശയിക്കുന്ന പക്ഷം അയാൾ അവൾക്ക് ഒരു ഭാര്യയ്ക്കുള്ള സ്ത്രീധനം കൃത്യമായി നൽകണം. അവളെ അയാൾക്ക് കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകകൾക്കുള്ള സ്ത്രീധനത്തിനൊത്ത പണം അയാൾ തൂക്കിക്കൊടുക്കണം. മന്ത്രവാദിയെ ജീവിക്കാൻ അനുവദിക്കരുത്. മൃഗത്തോടൊത്ത് ശയിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം. കർത്താവിനല്ലാതെ അവിടത്തേക്ക് മാത്രമല്ലാതെ ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്നവൻ ഉന്മൂലനാചാര വിധേയനാകണം. പ്രവാസിയെ നീ ദ്രോഹിക്കുകയോ അവനെ ഞെരുക്കുകയോ അരുത്. നിങ്ങൾ തന്നെ ഈജിപ്ത് നാട്ടിൽ പ്രവാസികളായിരുന്നല്ലോ. വിധവയോ അനാഥനോ ആയ ആരെയും നിങ്ങൾ പീഡിപ്പിക്കരുത്. നീ അവരെ നിർദാക്ഷിണ്യം പീഡിപ്പിക്കുകയും അവർ എൻ്റെ പക്കൽ ദീനം ദീനം കരയുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി നിശ്ചയമായും കേൾക്കും. എൻ്റെ കോപം ജ്വലിക്കുകയും
നിങ്ങളെ ഞാൻ വാൾ കൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും. നീ എൻ്റെ ജനത്തിന് നിന്നോടൊത്തുള്ള പാവപ്പെട്ടവന് പണം വായ്പ കൊടുക്കുമ്പോൾ അവനോട് ഹുണ്ടിക പലിശക്കാരനെ പോലെയാകരുത്. അവൻ്റെ മേൽ പലിശ ചുമത്തരുത്. നീ അയൽക്കാരൻ്റെ മേലങ്കി പണയം വാങ്ങുന്ന സാഹചര്യമുണ്ടായാൽ സൂര്യാസ്തമയത്തോടെ അത് അവന് തിരികെ കൊടുക്കണം. എന്തെന്നാൽ അതുമാത്രമാണ് അവൻ്റെ പുതപ്പ്, അവൻ്റെ ശരീരത്തിനുള്ള അവൻ്റെ ഉടുപ്പാണത്. മറ്റെന്തുമായി അവൻ കിടക്കും? അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാൻ കേൾക്കും. എന്തെന്നാൽ ഞാൻ കനിവുള്ളവനാണ്. ദൈവത്തെ നീ പുച്ഛിക്കരുത്. നിന്റെ ജനത്തിനിടയിലെ മേലധികാരിയെ ശപിക്കുകയുമരുത്. നിന്റെ വിളവിൻ്റെയും കായ്കനിയുടെയും പങ്ക് നീ വൈകിക്കരുത്. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ നീ എനിക്ക് നൽകണം. നിന്റെ കാളയെയും ആടിനെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ നീ ചെയ്യണം. 7 ദിവസം അത് തള്ളയുടെ കൂടെ കഴിയട്ടെ. 8-ാം ദിവസം അതിനെ നീ എനിക്ക് തരണം. നിങ്ങൾ എനിക്ക് വിശുദ്ധ മനുഷ്യരായിരിക്കും. വയലിൽ കടിച്ചു കീറപ്പെട്ട മൃഗത്തിന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്. അതു നിങ്ങൾ നായ്ക്ക് എറിഞ്ഞു കൊടുക്കണം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം. നീ വ്യാജവാർത്ത വഹിക്കരുത്. അക്രമത്തിന് സാക്ഷിയാകാനായി ദുഷ്ടനോടൊപ്പം നീ കൈകോർക്കാൻ പാടില്ല. ഭൂരിപക്ഷത്തിനു പിന്നാലെ തിന്മകൾക്കായി നിലകൊള്ളരുത്. ഭൂരിപക്ഷത്തെ പിൻചൊല്ലാൻ വ്യവഹാരത്തിൽ സംബന്ധിച്ച് വളച്ചൊടിച്ച് വാദിക്കരുത്. ദരിദ്രനോടായാലും അവന്റെ വ്യവഹാരത്തിൽ പരിഗണന കാട്ടരുത്. നിന്റെ ശത്രുവിന്റെ കാളയോ അവന്റെ കഴുതയോ വഴിതെറ്റി അലയുന്നതായി കണ്ടെത്താനിടയായാൽ നീ അതിനെ അവന് തീർച്ചയായും തിരിച്ചേൽപ്പിക്കണം. നിന്നെ വെറുക്കുന്നവന്റെ കഴുത അതിന്റെ ചുമടിനു കീഴെ വീണു കിടക്കുന്നത് കണ്ടാൽ അതിനെ അവനു മാത്രമായി വിടുന്നതൊഴിവാക്കി അവനോട് ചേർന്ന് നീ അതിനെ തീർച്ചയായും സ്വതന്ത്രമാക്കണം. നിന്റെ ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം നീ വളച്ചൊടിക്കരുത്. ചതിവചനത്തിൽ നിന്ന് നീ അകന്നു മാറണം. നിഷ്കളങ്കനെയും നീതിമാനെയും വധിക്കാൻ പാടില്ല. എന്തെന്നാൽ ദുഷ്ടനെ ഞാൻ സാധൂകരിക്കുകയില്ല. നീ കൈക്കൂലി സ്വീകരിക്കരുത്. എന്തെന്നാൽ കാഴ്ച തെളിഞ്ഞവരെ കൈക്കൂലി അന്ധരാക്കുന്നു. നീതിമാന്മാരുടെ വാക്കുകളെ ദുഷിപ്പിക്കുകയും ചെയ്യുന്നു. പ്രവാസിയെ നീ ഞെരുക്കരുത്. നിങ്ങൾക്ക് തന്നെ പ്രവാസിയുടെ മനസ്സറിയാം. നിങ്ങൾ തന്നെയും ഈജിപ്ത് നാട്ടിൽ പ്രവാസികളായിരുന്നല്ലോ. 6 വർഷം നീ നിന്റെ ഭൂമി വിതച്ച് അതിൻ്റെ വിളവ് സമാഹരിച്ചു കൊള്ളുക. പക്ഷേ 7-ാം മാസത്തിൽ നീ അത് ഉഴുകാതെ വെറുതെ ഇടണം. അങ്ങനെ നിന്റെ ജനത്തിലെ ദരിദ്രർ ഭക്ഷിക്കട്ടെ. അവരുടെ മിച്ചം വയൽ മൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. നിന്റെ മുന്തിരിത്തോട്ടത്തോടും ഒലിവ് തോട്ടത്തോടും ഇപ്രകാരം തന്നെ നീ ചെയ്യണം. 6 ദിവസം നീ നിന്റെ ജോലികൾ ചെയ്യണം. 7-ാം ദിവസം നീ വിശ്രമിക്കണം. അങ്ങനെ നിന്റെ കാളയും കഴുതയും സ്വസ്ഥരാകട്ടെ. നിന്റെ ദാസിപുത്രനും പ്രവാസിയും ശ്വാസം വിടട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാറ്റിലും നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം നിങ്ങൾ സ്മരിക്കരുത്. അത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കപ്പെടരുത്. വർഷത്തിൽ 3 വട്ടം നീ എനിക്കായി ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ 7 ദിവസങ്ങളിൽ നീ പുളിപ്പില്ലാത്ത അപ്പം അബീബ് മാസത്തിലെ നിശ്ചയ സമയത്ത് ഭക്ഷിക്കണം. എന്തെന്നാൽ അപ്പോഴാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറത്തു വന്നത്. വെറും കൈയോടെ എൻ്റെ മുഖം ദർശിക്കപ്പെടരുത്. നീ വയലിൽ വിതച്ച നിന്റെ അധ്വാനങ്ങളുടെ ആദ്യഫലങ്ങളുടേതാണ് വിളവെടുപ്പുത്സവം. വർഷാവസാനം നീ വയലിൽ നിന്ന് നിന്റെ അധ്വാന ഫലങ്ങൾ ശേഖരിക്കുമ്പോഴാണ് സംഭരണോത്സവം. ആണ്ടിൽ 3 പ്രാവശ്യം നിന്റെ പുരുഷന്മാരെല്ലാവരും കർത്താവായ നാഥന്റെ മുൻപിൽ ഹാജരാകണം. എനിക്കുള്ള ബലിരക്തം പുളിപ്പുള്ള അപ്പത്തോട് ചേർത്ത് നിങ്ങൾ അർപ്പിക്കരുത്. എനിക്കുള്ള ഉത്സവ ബലിയുടെ മേധസ് പ്രഭാതം വരെ വച്ചുകൊണ്ടിരിക്കരുത്. നിന്റെ നിലത്തിന്റെ ആദ്യഫലത്തിന്റെ ആദ്യത്തേത്
നിന്റെ ദൈവമായ കർത്താവിന്റെ ഭവനത്തിൽ കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. വഴിയിൽ നിന്നെ കാക്കുന്നതിനും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരുന്നതിനുമായി ഇതാ ഒരു ദൂതനെ നിന്റെ മുൻപിൽ ഞാൻ അയക്കുന്നു. എൻ്റെ നാമം അവനിലുള്ളത് കൊണ്ട് അവനെ സൂക്ഷിച്ചു കൊള്ളുക. അവന്റെ സ്വരം നീ കേൾക്കുക. അവനെ പ്രകോപിപ്പിക്കാൻ പാടില്ല, കാരണം നിങ്ങളുടെ അതിക്രമം അവൻ ക്ഷമിക്കുകയില്ല. എന്നാൽ നീ അവന്റെ സ്വരം കൃത്യമായി അനുസരിക്കുകയും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം നിറവേറ്റുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും. നിന്നെ ക്ലേശിപ്പിക്കുന്നവരെ ഞാൻ ക്ലേശിപ്പിക്കും. എൻ്റെ ദൂതൻ നിന്റെ മുൻപിൽ നിന്ന് അമോനിയർ, ഹിത്യർ, പെരീസ്യർ, കാനോന്യർ, ഹിവ്യർ, ജബ്യൂസിയർ എന്നിവരുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അനന്തരം ഞാൻ അവനെ അപ്രത്യക്ഷനാക്കും. നീ അവരുടെ ദേവന്മാരെ ആരാധിക്കരുത്, അവരെ ശുശ്രൂഷിക്കരുത്. അവരുടെ പ്രവൃത്തികൾ നീ അനുവർത്തിക്കരുത്. മറിച്ച് അവരെ നീ തച്ചുടയ്ക്കണം, അവരുടെ സ്തംഭങ്ങൾ തകർത്തു തരിപ്പണമാക്കണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ശുശ്രൂഷിക്കണം. അപ്പോൾ അവിടുന്ന് നിന്റെ അപ്പവും വെള്ളവും ആശീർവദിക്കും. നിന്റെ ഇടയിൽ നിന്നും രോഗം നിർമാർജനം ചെയ്യും. നിന്റെ നാട്ടിൽ ഗർഭം അലസിപ്പോയവളോ വന്ധ്യയോ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ദിനങ്ങളുടെ എണ്ണം ഞാൻ പൂർണ്ണമാക്കും. ഞാൻ എൻ്റെ ഭീതി നിന്റെ മുൻപേ അയച്ച് നീ ആരുടെ അടുത്തേക്ക് ചെല്ലുമോ ആ ജനത്തെയെല്ലാം സംഭ്രമിപ്പിക്കും. ഞാൻ നിന്റെ എല്ലാ ശത്രുക്കളെയും പിന്തിരിപ്പിക്കും. നിനക്ക് മുൻപേ ഞാൻ കടന്നൽ കൂട്ടത്തെ അയക്കും. അവ ഹിവ്യർ, കാനോന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്നും തുരത്തും. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് നിന്റെ മുൻപിൽ നിന്നും ഞാൻ അവരെ തുരത്തുകയില്ല. നാട് വിജനമാകാതിരിക്കാനും നിനക്കെതിരെ വന്യമൃഗങ്ങൾ പെരുകാതിരിക്കാനും വേണ്ടിയാണത്. നീ പെരുകി നാട് കൈവശമാക്കുന്നതുവരെ അവരെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ അല്പാൽപമായി തുരത്തിക്കൊണ്ടിരിക്കും. നിന്റെ അതിർത്തി ചെങ്കടൽ മുതൽ ഫിലിസ്തീർ കടൽ വരെയും മരുഭൂമി മുതൽ നദി വരെയുമായി ഞാൻ നിർണയിച്ചിരിക്കുന്നു. തീർച്ചയായും തദ്ദേശവാസികളെ ഞാൻ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും. നീ അവരെ നിന്റെ മുൻപിൽ നിന്നും തുരത്തും. അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത്. എനിക്കെതിരെ നിന്നെ കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ അവർ നിന്റെ നാട്ടിൽ വസിക്കരുത്. നീ അവരുടെ ദേവന്മാരെ ശുശ്രൂഷിച്ചാൽ തീർച്ചയായും നിനക്ക് അതൊരു കെണിയായിരിക്കും. 51-ാം സങ്കീർത്തനം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ ആർദ്രതയുടെ ആധിക്യത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ കുറ്റത്തിൽ നിന്ന് എന്നെ നിശേഷം കഴുകണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. അങ്ങയോട് മാത്രം ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. ആകയാൽ അങ്ങയുടെ വിധിവചനങ്ങളിൽ അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ ന്യായവിധിയിൽ അങ്ങ് സംശുദ്ധനാണ്. ഇതാ അപരാധത്തിലാണ് ഞാൻ ഉരുവാക്കപ്പെട്ടത്. പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. ഇതാ ആന്തരിക വിശ്വസ്തതയാണ് അങ്ങ് ഇഷ്ടപ്പെടുന്നത്. ആകയാൽ എനിക്ക് അന്തരംഗത്തിൽ ജ്ഞാനം അറിവാക്കി തരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പാപമുക്തനാക്കണമേ. ഞാൻ ശുദ്ധിയുള്ളവനാകും. അങ്ങ് എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ആമോദവും സന്തോഷവും എന്നെ കേൾപ്പിക്കണമേ. അങ്ങ് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അപരാധങ്ങളെല്ലാം മായ്ച്ചു കളയണമേ. ദൈവമേ, ശുദ്ധിയുള്ള ഒരു ഹൃദയം എനിക്കായി സൃഷ്ടിക്കണമേ. എന്നിലെ ചൈതന്യം സ്ഥിരതയുള്ളതായി നവീകരിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാരൂപിയെ എന്നിൽ നിന്നും എടുക്കരുതേ. അങ്ങയുടെ രക്ഷയുടെ ആമോദം എനിക്ക് തിരികെ തരണമേ. ഒരുക്കമുള്ള ചൈതന്യം എന്നെ താങ്ങി നിർത്തട്ടെ.
അതിക്രമികളെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും. പാപികൾ അങ്ങേ പക്കലേക്ക് തിരിച്ചു വരട്ടെ. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ നീതി ആർത്തുപാടും. നാഥ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ വായ് അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. എന്തെന്നാൽ ബലി അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഹോമയാഗം നൽകിയാൽ അങ്ങ് പ്രസാദിക്കുകയുമില്ല. തകർന്ന മനസ്സാണ് ദൈവത്തിനുള്ള ബലികൾ. തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയം ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങയുടെ പ്രസാദത്തിൽ സിയോനെ നന്നാക്കണമേ. ജെറുസലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ അങ്ങ് നീതിപൂർവകമായ ബലികളും ഹോമയാഗവും സമ്പൂർണയാഗവും ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിന്മേൽ അവർ മൂരികളെ ഹോമിക്കും. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ കഫർനാമിലെത്തി. സാബത്തിൽ അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവരുടെ സിനഗോഗിൽ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും എന്ത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ കോച്ചി വലിച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടുള്ള പുതിയ പ്രബോധനം! അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രസക്തി ഉടനെ ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. യേശു സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളെക്കുറിച്ച് ഉടനെ അവൻ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരം മുഴുവൻ വാതിൽക്കൽ ഒത്തുകൂടി. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന ഏറെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടിച്ചെന്നു. അവനെ കണ്ടെത്തിയപ്പോൾ അവർ അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രഘോഷിക്കാനുണ്ട്. ഇതിനാണ് ഞാൻ വന്നത്. അവരുടെ സിനഗോഗുകളിൽ പ്രഘോഷിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലി മുഴുവൻ സഞ്ചരിച്ചു. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക്കപ്പെടട്ടെ. ഉടനെ അവനിൽ നിന്നും കുഷ്ഠം മാറി. അവൻ ശുദ്ധനാക്കപ്പെട്ടു. യേശു അവനെ താക്കീതു നൽകി പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. അവർക്ക് സാക്ഷ്യത്തിനായി നിന്റെ ശുദ്ധീകരണത്തിന് മോശ കൽപ്പിച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് ഏറെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പറഞ്ഞു പരത്താനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ആളുകളാകട്ടെ എല്ലായിടത്തും നിന്നും അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും
സത്യമാർഗമേ